അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആ വഴി നമ്മൾ താഴേക്ക് ചുരമൊക്കെ ഇറങ്ങി പോകുകയാണ്. അങ്ങനെ ധാരാളം കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ചുരമൊക്കെ ഇറങ്ങി ആസ്വദിച്ച് പോവുകയാണ്. എന്താ ഒരു രസം! കാടുകളും ഭംഗിയും. ഇവിടെ 20 km/സ്പീഡിലാണ് പോകാൻ സാധിക്കുന്നത്. ഈ ചുരമൊക്കെ ഇറങ്ങി കാടുകളും ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ എന്ത് രസമാണ് അതൊക്കെ ഓർക്കാൻ തന്നെ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. താഴെ ചുരമിറങ്ങി തമിഴ്നാട്ടിൽ കയറി. ഇവിടുത്തെ നല്ല റോഡുകളും പുതിയ പുതിയ കടകളും അതിനോട് ചേർന്നുള്ള ഈ കൃഷിയും അതൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ ഭയങ്കര ചുരുക്കമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. നമ്മളെക്കാൾ സ്പീഡിലാണ് ആംബുലൻസ് പോകുന്നത്. ഒരു ആംബുലൻസ് വന്നാൽ അത് വരുമ്പോൾ അതിനെ മാറി നിൽക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. അതാണ് മാന്യത. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് ഫാസ്റ്റാഗിൻ്റെ അടുത്ത് വരെ എത്തി. ഇത് ടോൾ പാസ് എന്നും പറയും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നേരത്തെ ഒരു റീചാർജബിൾ കാർഡ് ഉണ്ടായിരുന്നു ഈ കാറിൽ തന്നെ. പക്ഷേ അത് റീചാർജ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. നേരത്തെ റീചാർജ് ചെയ്തു, എന്നാലും ഒന്നുകൂടെ റീചാർജ് ചെയ്യാം, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നേരത്തെ ഒന്നുകൂടെ റീചാർജ് ചെയ്യുന്ന വെച്ചതാണ്. പിന്നെ ഒന്നും ആയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു സഹായിക്കാൻ ഒരു പന്തലിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ സഹായിച്ചു, ഒരു ടാഗ് ഒപ്പിച്ച് തന്നു. അതിൽ നിന്ന് ഞങ്ങൾ അത് ഫുള്ള് റീചാർജ് ചെയ്തു. എന്നിട്ട് അത് കാണിച്ചു. ടാഗ് ഒട്ടിച്ചൊന്നുമില്ല, കാരണം മറ്റേത് ഇളക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. ഒട്ടിച്ചിട്ട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് അത് കാണിച്ചപ്പോൾ അവർ കയറ്റി വിട്ട് സ്കാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തുടർന്നൊരു യാത്ര. പിന്നെ അവിടെ നിന്നൊരു ലെഫ്റ്റ് എടുക്കണമായിരുന്നു. അത് എനിക്ക് എടുക്കാൻ പറ്റില്ല, സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് അങ്ങനെ മണ്ടക്കോട്ട് കയറുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതുണ്ടായിരുന്നു, നമ്മുടെ ഇ പാസ്സൊക്കെ എടുക്കുമെന്നാണ് വെച്ചത്. ആ വഴിയെല്ലാം ഉറങ്ങി. പിന്നെ എണ്ണിച്ചപ്പോൾ അറിഞ്ഞത് നമ്മൾ ഇതുണ്ടായിരുന്നു, നമ്മുടെ ബോട്ടിലൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. കൊടൈക്കനാൽ ബോട്ടിൽ കയറ്റത്തില്ല. അപ്പോൾ അവിടെ വെള്ളം കിട്ടുന്നത് 5 ലിറ്ററിൻ്റെ ക്യാൻ കിട്ടും. അതിനകത്തെ വെള്ളം കുടിക്കാൻ പറ്റും. പിന്നെ ബോട്ടിൽ അങ്ങനെ അവർ ഭയങ്കര വൃത്തിയായിട്ടെല്ലാം ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവിടെ ശുചിത്വത്തിന് അടിസ്ഥാനത്തിൽ അവർ ബോട്ടിലൊന്നും കൊണ്ടുപോകത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ കുറേ ഇങ്ങനെ കയറി. അപ്പോൾ സൈഡിലൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കയറി. അവിടെ ഒരാൾക്ക് 10 രൂപ സംതിങ് ആണ്. പിന്നെ ഇങ്ങനെ ലേക്കൊക്കെ ഉണ്ടായിരുന്നു, അതവിടെ നല്ല വ്യൂ പോയിൻ്റ്. മണ്ടയ്ക്കിരുന്നും താഴെയൊന്നും. മണ്ടയ്ക്കൊക്കെ ഭയങ്കര ഇടിയായിരുന്നു, അതുകൊണ്ട് അധികം അങ്ങോട്ട് പോകാതെ പോയി. എന്നാലും
അവിടെ നിന്നുള്ള വ്യൂ ഒക്കെയാണ്. പിന്നെ ആ കാണുന്ന വെള്ളം പോലെ ലേക്ക് പോലല്ല, അത് ലേക്കല്ല, അതൊരു ഡാമാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ ഒരു കരിക്കൊക്കെ കുടിച്ചു, ഹാപ്പിയായി. ദാഹമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെള്ളമൊന്നും കിട്ടത്തില്ലല്ലോ, അപ്പോൾ ദാഹം ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ചു. അങ്ങനെ കരിക്ക് നല്ല കരിക്കായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഈ കാലാവസ്ഥയുടെയൊക്കെ അല്ലേ, ചൂട സമയത്തായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന വഴിയിൽ കൂടുതലും മണ്ണ്, മഴ അങ്ങനെയൊക്കെ ആയിരുന്നു ആ വഴിയിലൊക്കെ. അപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടത്. അങ്ങനെ യാത്ര വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും.